Hi dears, again welcome to ACS online class. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ടെക്സ്റ്റിലെ എല്ലാ ആക്ടിവിറ്റീസും പഠിച്ചു കഴിഞ്ഞു. സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി പ്രാക്ടീസ് ബുക്കിൽ ഒരു പേജ് എക്സസൈസും കൂടെ ബാക്കിയുണ്ട് അല്ലേ? സോ എല്ലാവരും പ്രാക്ടീസ് ബുക്ക് എടുത്തേ. പേജ് നമ്പർ 9. ഓക്കെ, ലുക്ക് അറ്റ് ദ മാപ്പ്. അവിടെ എന്താണ്, ഓരോ സ്ഥലങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ആ സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരവും കൊടുത്തിട്ടുണ്ട്. എത്ര കിലോമീറ്റർ, എത്ര മീറ്റർ ആണ് അല്ലെ? ഇപ്പൊ റെഡ് ഫിംഗർ, ഗ്രീൻ വാലി, ആ രണ്ട് സ്ഥലങ്ങൾക്കിടയിലുള്ള ദൂരം എത്രയാണ്? 2 കിലോമീറ്റർ 125 മീറ്റർ. കണ്ടോ, ഓരോ സ്ഥലങ്ങളുണ്ട്, ആ സ്ഥലങ്ങളിൽ തമ്മിലുള്ള ദൂരവും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, how far is Yellow Pond from Green Valley via Blue River? How far is Yellow Pond from Green Valley via Blue River? എന്താണ്? യെല്ലോ പോണ്ടിനും ഗ്രീൻ വാലിക്കും ഇടയിലുള്ള ദൂരം എന്താണ്? പക്ഷെ ബ്ലൂ റിവർ വഴിയെ കടന്നു പോകാൻ പാടുള്ളൂ. സോ യെല്ലോ പോണ്ടിൽ നിന്ന് ബ്ലൂ റിവറിലോട്ട് പോവുക, ആ ബ്ലൂ റിവറിൽ നിന്ന് ഗ്രീൻ വാലിയിലോട്ട് പോവുക. സോ എത്ര ദൂരം ടോട്ടൽ കവർ ചെയ്യണം എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. നമ്മുടെ യെല്ലോ പോണ്ട് എവിടെയാ? ടെക്സ്റ്റിൽ നോക്കിയേ, റൈറ്റ് എൻഡിൽ താഴത്ത് കിടപ്പുണ്ട് അല്ലെ? മാപ്പ് നോക്കിയാൽ കാണാൻ പറ്റും. യെല്ലോ പോണ്ടിൽ നിന്ന് ബ്ലൂ റിവറിലോട്ട് പോകണം, മുകളിലോട്ട് പോകണം. കണ്ടോ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഗ്രീൻ വാലി ആൻഡ് ബ്ലൂ റിവർ. ഗ്രീൻ വാലിക്കും ബ്ലൂ റിവറിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ? മുകളിലത്തെ കണ്ടോ, ഗ്രീൻ വാലിയും ബ്ലൂ റിവറും കണ്ടോ എന്താണ്? 6 കിലോമീറ്റർ 325 മീറ്റർ. അവിടെ എഴുതി 6 കിലോമീറ്റർ 325 മീറ്റർ. ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബ്ലൂ റിവർ ആൻഡ് യെല്ലോ പോണ്ട്, മിസ് പറഞ്ഞ പോലെ ബ്ലൂ റിവറിന്റെ യെല്ലോ പോണ്ടിന്റെ വ്യത്യാസം എന്താണ്? ഡിസ്റ്റൻസ് എന്താണ്? 7 കിലോമീറ്റർ 175 മീറ്റർ. കണ്ടോ, ഗ്രീൻ വാലിയിൽ നിന്ന് യെല്ലോ പോണ്ടിൽ പോണം ബ്ലൂ റിവർ വഴി. ആദ്യമേ ഈ ദൂരം എത്രയാണ്? 6 കിലോമീറ്റർ 325 മീറ്റർ. ഫസ്റ്റ് എഴുതുക, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഗ്രീൻ വാലി ആൻഡ് ബ്ലൂ റിവർ ഇസ് ഈക്വൽ ടു 6 കിലോമീറ്റർ 325 മീറ്റർ. പിന്നെ ബ്ലൂ റിവറിൽ നിന്ന് യെല്ലോ പോണ്ടിലോട്ട് എത്ര കിലോമീറ്റർ ഉണ്ട്? 7 കിലോമീറ്റർ 175 മീറ്റർ. അപ്പൊ ടോട്ടൽ ഇവിടെ നിന്ന് ഇത്രയും യാത്ര ചെയ്യണം. അവിടെ നിന്ന് താഴത്തോട്ട് കൂടെ യാത്ര ചെയ്താലേ നമുക്ക് യെല്ലോ പോണ്ടിൽ എത്താൻ സാധിക്കുള്ളൂ അല്ലെ? ഓക്കെ, ഇപ്പൊ ഗ്രീൻ റിവറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക. 6 കിലോമീറ്റർ 325 മീറ്റർ പ്ലസ് 7 കിലോമീറ്റർ 175 മീറ്റർ. അറിയാലോ, 6 കിലോമീറ്റർ 325 മീറ്റർ പ്ലസ് 7 കിലോമീറ്റർ 175 മീറ്റർ. ആഡ് ചെയ്യാലോ. കിലോമീറ്റർ മീറ്ററും എല്ലാം ഉണ്ട്. നമ്മൾ ആഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മിസ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിച്ചാണ്. ആൻസർ കണ്ടുപിടിക്കുക, എഴുതുക. ഓക്കെ, ആൻസർ കിട്ടുന്ന യൂണിറ്റ്സുകൾ എന്തിനൊക്കെ ആയിരിക്കും? ഓർമ്മ വേണം. കിലോമീറ്ററും കാണും, മീറ്ററും കാണും. നമ്മൾ ടെക്സ്റ്റിൽ നേരത്തെ ചെയ്ത പോലെ കിലോമീറ്റർ, മീറ്റർ എന്ന ഹെഡിങ് കൊടുത്തിട്ട് 6 കിലോമീറ്റർ 325 മീറ്റർ പ്ലസ് 7 കിലോമീറ്റർ 175 മീറ്റർ എന്ന് ആഡ് ചെയ്താൽ മതി. നമ്മൾ ടെക്സ്റ്റിലെ പേജ് നമ്പർ 8 എക്സസൈസ് പഠിച്ചില്ലേ? അതേപോലെ ആഡ് ചെയ്താൽ മതി. ആ പാറ്റേണിൽ തന്നെ എഴുതിക്കോളൂ. ഓക്കെ, ആൻസർ എന്ത് കിട്ടും അറിയാമോ? 500 മീറ്റർ 13 കിലോമീറ്റർ എന്ന് കിട്ടും. 13 കിലോമീറ്റർ 500 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ആഡ് ചെയ്ത് നോക്കുക. അഡീഷൻ സൈഡിൽ തന്നെ എഴുതിയിടുക. ഒരു ക്വസ്റ്റ്യന്റെയും വർക്കിംഗ്സ് അതാത് ക്വസ്റ്റ്യന്റെ സൈഡിൽ തന്നെ എഴുതാൻ ശ്രമിക്കണം. സ്ഥലമുണ്ടാക്കി തന്നെ എഴുതണം കേട്ടോ, എഴുതണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൗ മച്ച് ഫർദർ ഇസ് പർപ്പിൾ ലാൻഡ് ഫ്രം യെല്ലോ പോണ്ട് ദാൻ ഫ്രം ഗ്രീൻ വാലി? എന്താണ് പർപ്പിൾ ലാൻഡ്? ആ പേരുകൾ ശ്രദ്ധിക്കുക. പർപ്പിൾ ലാൻഡ് ഉണ്ട്, ഗ്രീൻ വാലി ഉണ്ട്, യെല്ലോ പോണ്ട് ഉണ്ട്. പർപ്പിൾ ലാൻഡ് ആണ് മിഡിലായിട്ട് അല്ലെ, നടുക്ക് നിൽക്കുന്ന സ്ഥലം പർപ്പിൾ ലാൻഡ് ആണ്. മുകളിൽ ഗ്രീൻ വാലി, സൈഡിൽ യെല്ലോ പോണ്ട് ഉണ്ട്. അപ്പൊ പർപ്പിൾ ലാൻഡും ഗ്രീൻ വാലിയും തമ്മിലുള്ള വ്യത്യാസം 6 കിലോമീറ്റർ 950 മീറ്റർ ആണ്. നമുക്ക് ഈ മാപ്പിൽ നിന്ന് മനസ്സിലാക്കാം. അടുത്തത് പർപ്പിൾ ലാൻഡും യെല്ലോ പോണ്ടും തമ്മിലുള്ള വ്യത്യാസം 9 കിലോമീറ്റർ 850 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് കൂടുതലുള്ളത് പർപ്പിൾ ലാൻഡിൽ നിന്ന് യെല്ലോ പോണ്ടിലോട്ട്. കാരണം അത് 9 കിലോമീറ്റർ 850 മീറ്റർ ഉണ്ട്. മറ്റേത് 6 കിലോമീറ്ററേ ഉള്ളൂ, 950 മീറ്ററേ ഉള്ളൂ. അപ്പൊ ഡിസ്റ്റൻസ് കൂടുതൽ 9 കിലോമീറ്റർ ആണ്. സോ അത് എത്രത്തോളം ഡിസ്റ്റൻസ് കൂടുതലാണ് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, പർപ്പിൾ ലാൻഡിൽ നിന്ന് യെല്ലോ പോണ്ടിലേക്കാണ് ഡിസ്റ്റൻസ് കൂടുതൽ. കമ്പയർ ചെയ്യുമ്പോൾ എന്തുമായി കമ്പയർ ചെയ്യുമ്പോൾ
പർപ്പിൾ ലാൻഡിൽ നിന്ന് ഗ്രീൻ വാലിയിലോട്ടുള്ള ഡിസ്റ്റൻസിനേക്കാളും പർപ്പിൾ ലാൻഡിൽ നിന്ന് യെല്ലോ പോണ്ടിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് കൂടുതൽ. അത് എത്ര ഡിസ്റ്റൻസ് കൂടുതലാണ്, അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ അവിടെ എഴുതാം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പർപ്പിൾ ലാൻഡ് ആൻഡ് യെല്ലോ പോണ്ട് ഇസ് ഈക്വൽ ടു 9 കിലോമീറ്റർ 850 മീറ്റർ. അതെന്താണ് നമുക്ക് ഇവിടെ നിന്ന് ആ മാപ്പിൽ നിന്ന് മനസ്സിലാക്കാം. 9 കിലോമീറ്റർ 850 മീറ്റർ. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പർപ്പിൾ ലാൻഡ് ആൻഡ് ഗ്രീൻ വാലി, പർപ്പിൾ ലാൻഡ് ഗ്രീൻ വാലിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്, അതെന്താണ് 6 കിലോമീറ്റർ 950 മീറ്റർ. ഓക്കെ, ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ദം, നമ്മൾ ഡിഫറൻസ് നോക്കാം. എന്താണ് കിലോമീറ്റർ മീറ്റർ എന്ന് ഹെഡിങ് എഴുതിയിട്ട് എന്താ 9 കിലോമീറ്റർ 850 മീറ്റർ മൈനസ് 6 കിലോമീറ്റർ 950 മീറ്റർ. ഓക്കെ, മൈനസ് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചോളൂല്ലോ. കണ്ടുപിടിക്കണം 9 കിലോമീറ്റർ 850 മീറ്റർ മൈനസ് 6 കിലോമീറ്റർ 950 മീറ്റർ. ആൻസർ എന്താണ് എന്ന് കണ്ടുപിടിക്കുക. ആൻസർ കിലോമീറ്റർ മീറ്ററിലായിരിക്കും യൂണിറ്റുകൾ വരുന്നത്, അത് ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഞാൻ മുകളിൽ കിലോമീറ്റർ മീറ്റർ എന്ന് ഹെഡിങ് കൊടുത്തിട്ട് താഴത്ത് നമ്മൾ പേജ് നമ്പർ 8 കഴിഞ്ഞ ദിവസത്തിന് ചെയ്തു. പേജ് നമ്പർ 8 പഠിച്ച പോലെ തന്നെ എന്താണ് ചെയ്യാൻ പറയുന്നത്. ഇവിടെ സബ്ട്രാക്ഷൻ ആണ്, സോ ചെയ്യുക, ആൻസർ കണ്ടുപിടിച്ച് എഴുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, രാജു ഗോസ് ടു പർപ്പിൾ ലാൻഡ് ഡയറക്ട്ലി ഫ്രം ഗ്രീൻ വാലി. രാജു പർപ്പിൾ ലാൻഡിലോട്ട് പോവുകയാണ്, ഗ്രീൻ വാലിയിൽ നിന്ന് പർപ്പിൾ ലാൻഡിലോട്ട് പോവുകയാണ്. രാമു ഗോസ് ടു പർപ്പിൾ ലാൻഡ് വിയ റെഡ് വിൻഡർ. രാമു എങ്ങോട്ടാണ് പോകുന്നത്, പർപ്പിൾ ലാൻഡിലോട്ടാണ് പോകുന്നത്. പക്ഷെ റെഡ് വിൻഡർ കടന്നിട്ടാണ് രാമു പോകുന്നത്. അപ്പോൾ രാജുവും രാമുവും ഒരേ സ്ഥലത്ത് നിന്ന് യാത്ര ആരംഭിക്കുന്നു. അതായത് ഗ്രീൻ വാലിയിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നു. രാജു ഡയറക്റ്റ് ആയിട്ട് പർപ്പിൾ ലാൻഡിലോട്ട് പോയി. ആ 6 കിലോമീറ്റർ 950 മീറ്റർ ഒറ്റയടിക്ക് കംപ്ലീറ്റ് ചെയ്ത് പർപ്പിൾ ലാൻഡിലോട്ട് പോയി. പക്ഷെ രാമു ആണെങ്കിലോ ഗ്രീൻ വാലിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ റെഡ് വിൻഡറിൽ പോയി, ആ റെഡ് വിൻഡറിൽ നിന്ന് പിന്നെ പർപ്പിൾ ലാൻഡിലോട്ട് പോയി. അപ്പൊ 2 ഡിസ്റ്റൻസ്. രാമു യാത്ര ചെയ്ത് എത്ര ഡിസ്റ്റൻസ് ആണ്, 2 കിലോമീറ്റർ 125 മീറ്റർ പ്ലസ് 5 കിലോമീറ്റർ 290 മീറ്റർ അല്ലെ. രാമു ഒരു സ്ഥലത്ത് റെഡ് വിൻഡറിൽ കൂടെ കടന്നിട്ടാണ് പോയത്, ഡയറക്റ്റ് ആയിട്ട് പോയില്ല. അങ്ങനെയെങ്കിൽ ഹു ട്രാവൽസ് മോർ, ഹൗ മച്ച് മോർ, അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച വ്യക്തി ആരായിരിക്കും, എത്രത്തോളം കൂടുതൽ സഞ്ചരിച്ചു എന്നാണ് ചോദ്യം. ഓക്കെ, ഡയറക്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പർപ്പിൾ ലാൻഡ് ആൻഡ് ഗ്രീൻ വാലി. ആ ക്വസ്റ്റ്യൻ നമുക്ക് പറയാൻ പറ്റും. എന്താണ് ഡിസ്റ്റൻസ് എത്രയാണ് പർപ്പിൾ ലാൻഡിനും ഗ്രീൻ വാലിക്കും ഇടയിൽ, 6 കിലോമീറ്റർ 950 മീറ്റർ. അവിടെ എഴുതിക്കേ 6 കിലോമീറ്റർ 950 മീറ്റർ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പർപ്പിൾ ലാൻഡ് ആൻഡ് ഗ്രീൻ വാലി വിയ റെഡ് വിൻഡർ. അവിടെ എന്ത് ചെയ്യണം, ഗ്രീൻ വാലിക്കും പർപ്പിൾ ലാൻഡിലും തമ്മിലുള്ള ഡിസ്റ്റൻസ്, പക്ഷെ റെഡ് വിൻഡറിൽ കൂടി കടന്നു പോകുന്ന ഡിസ്റ്റൻസ് എന്താണ് എന്നാണ്. അപ്പൊ അവിടെ ഒരു അഡീഷൻ ചെയ്യാനുണ്ട്. അതായത് 2 കിലോമീറ്റർ 125 മീറ്റർ പ്ലസ് 5 കിലോമീറ്റർ 290 മീറ്റർ. ഒന്ന് ആഡ് ചെയ്തേ. 2 കിലോമീറ്റർ 125 മീറ്റർ പ്ലസ് 5 കിലോമീറ്റർ 290 മീറ്റർ. ഒന്ന് ആഡ് ചെയ്തേ. ഗ്രീൻ വാലിയിൽ നിന്ന് റെഡ് വിൻഡറിലോട്ടുള്ള ദൂരം 2 കിലോമീറ്റർ 125 മീറ്റർ പ്ലസ് റെഡ് വിൻഡറിൽ നിന്ന് പർപ്പിൾ ലാൻഡിലോട്ടുള്ള ദൂരം 5 കിലോമീറ്റർ 290 മീറ്റർ. ഒന്ന് ആഡ് ചെയ്തേ. എന്ത് കിട്ടും ആൻസർ, 7 കിലോമീറ്റർ 450 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ആ രണ്ടുപേരും സഞ്ചരിച്ച ദൂരം മനസ്സിലായി. എന്താണ്, രാജു ഡയറക്റ്റ് ആയിട്ട് പോയി, സോ ഡയറക്റ്റ് ആയിട്ട് ആ മാപ്പിൽ നിന്ന് വായിക്കാം 6 കിലോമീറ്റർ 950 മീറ്റർ എന്ന് നമുക്ക് വായിക്കാം. രാജു സഞ്ചരിച്ച ദൂരം 6 കിലോമീറ്റർ 950 മീറ്റർ. രാമു സഞ്ചരിച്ച ദൂരം എന്തായിരുന്നു, ഇത് ആഡ് ചെയ്ത് കിട്ടിയതാണ്. എന്താണ്, 7 കിലോമീറ്റർ 450 മീറ്റർ 415 മീറ്റർ. അങ്ങനെ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച വ്യക്തി ആരായിരിക്കും, നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഒരാൾ 6 കിലോമീറ്റർ 950 മീറ്ററും ഒരാൾ 7 കിലോമീറ്റർ 450 മീറ്ററും. അപ്പൊ 7 കിലോമീറ്റർ ആണ് കൂടുതൽ അല്ലെ. അപ്പൊ രാമുമാണ് കൂടുതൽ സഞ്ചരിച്ചത് എന്ന് നമുക്ക് ഈ നമ്പേഴ്സിൽ നിന്ന്, ഈ ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എത്രത്തോളം കൂടുതലാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, രണ്ടുപേരും സഞ്ചരിച്ച ദൂരം മൈനസ് ചെയ്യാം. വലിയ നമ്പർ ഏതാണ്, 7 കിലോമീറ്റർ 450 മീറ്റർ മൈനസ് therefore more distance traveled is equal to, അവിടെ എഴുതുക 7 കിലോമീറ്റർ 450 മീറ്റർ മൈനസ് 6 കിലോമീറ്റർ 950 മീറ്റർ. 6 കിലോമീറ്റർ 950 മീറ്റർ. ഇതെല്ലാം ഈ മാപ്പിൽ തന്നിരിക്കുന്ന ദൂരങ്ങളാണ്. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച 7 കിലോമീറ്റർ 450 മീറ്റർ. അത് ഇങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് മനസ്സിലാവും.
മൈനസ് ചെയ്യാം. എന്തൊക്കെ തമ്മിലാണ്? കിലോമീറ്റർ, മീറ്റർ എന്ന് കൊടുത്തു. ഏതൊക്കെ നമ്പേഴ്സ് തമ്മിലാണ്? 7 കിലോമീറ്റർ 415 മീറ്റർ മൈനസ് 6 കിലോമീറ്റർ 915 മീറ്റർ. ഓക്കെ, മൈനസ് ചെയ്യാം. 7 കിലോമീറ്റർ 415 മീറ്റർ മൈനസ് 6 കിലോമീറ്റർ 950 മീറ്റർ. ഒന്ന് മൈനസ് ചെയ്ത് എന്ത് കിട്ടും? 465 മീറ്റർ 0 കിലോമീറ്റർ. എന്ത് കിട്ടും? 465 എന്ന ആൻസർ കിട്ടും. 465 മീറ്റർ മാത്രമേ ഉള്ളൂ അല്ലേ? ഇത് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 465 മീറ്റർ എന്നാണ്. അതായത് രാജുവിനേക്കാളും ഇച്ചിരി 465 മീറ്റർ, ഒരു 1/2 കിലോമീറ്ററിനടുത്ത് അല്ലെ. 500 മീറ്റർ ആണെങ്കിൽ 1/2 കിലോമീറ്റർ ആണെന്ന് പറയാറുണ്ട് അല്ലെ. 465 മീറ്റർ ആണ്. അപ്പൊ രാജുവിനെ കാട്ടി 465 മീറ്റർ കൂടുതൽ സഞ്ചരിക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? റൈറ്റ് വിൻഡർ വഴി കടന്നു പോയത് കൊണ്ട് അല്ലെ. സോ രാമു ട്രാവൽഡ് മോർ ഡിസ്റ്റൻസ് ട്രാവൽ ഇസ് ഈക്വൽ ടു അവിടെ 7 കിലോമീറ്റർ 415 മീറ്റർ മൈനസ് 6 കിലോമീറ്റർ 915 മീറ്റർ എന്ന് എഴുതിയില്ലേ. അതിന്റെ ആൻസർ എന്താണ്? ഇവിടെ സൈഡിൽ തന്നെ എഴുതിയിടുക. വർക്കിംഗ്സ് സൈഡിൽ ഉണ്ടാവണം. സ്ഥലം കിട്ടുന്നിടത്ത് എന്തായാലും വർക്കിംഗ്സ് ചെയ്തിട്ടുണ്ടാവണം. അഥവാ ഇവിടെ വർക്കിംഗ്സ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് നോട്ട്ബുക്കിൽ എഴുതുക. ഈ പടവും വരയ്ക്കണം, നോട്ട്ബുക്കിൽ ക്വസ്റ്റ്യൻസ് എഴുതണം. അതിന്റെ സൈഡിൽ എന്തായാലും വർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടല്ലോ, അവിടെ എഴുതാം അല്ലെ. സ്വസ്ഥമായി അവിടെ എഴുതാൻ പറ്റും. അല്ലെങ്കിൽ സ്ഥലം കണ്ടുപിടിച്ച് ആ വർക്കിംഗ്സ് ഒക്കെ ഇവിടെ എഴുതി ഓരോ ക്വസ്റ്റ്യൻസിന് നേരെ അവിടെ എഴുതിയിട്ടുണ്ടാവണം. വർക്കിംഗ്സുകൾ ഉണ്ടാവണം. ഈ ക്വസ്റ്റ്യനുകളിൽ 2 വർക്കിംഗ്സ് ഉണ്ട്. ഒന്നൊരു അഡീഷനും ഉണ്ട്, ഒന്നൊരു സബ്ട്രാക്ഷനും ഉണ്ട്. ഓക്കെ, അപ്പൊ രാമു ട്രാവൽഡ് മോർ. ഓക്കെ, മോർ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇസ് ഈക്വൽ ടു 7 കിലോമീറ്റർ 415 മീറ്റർ മൈനസ് 6 കിലോമീറ്റർ 915 മീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 465 മീറ്റർ അല്ലേ. സോ therefore രാമു ട്രാവൽഡ് മോർ. അടുത്ത ക്വസ്റ്റ്യൻ. Sony starts from Yellow Pond, visits Purple Land and Blue River and returns. How far did he travel in all? സോണി യെല്ലോ പോണ്ടിൽ നിന്ന് യാത്ര ആരംഭിച്ചു. പർപ്പിൾ ലാൻഡിലോട്ട് പോയി, അവിടെ നിന്ന് ബ്ലൂ റിവറിലോട്ട് പോയി, പിന്നെ ബ്ലൂ റിവറിൽ നിന്ന് തിരിച്ച് യെല്ലോ പോണ്ടിലോട്ട് പോയി. ഇപ്പൊ തുടങ്ങിയത് യെല്ലോ പോണ്ടിൽ നിന്നാണ്. അവിടെ നിന്ന് പർപ്പിൾ ലാൻഡിൽ പോയി, പർപ്പിൾ ലാൻഡിൽ ബ്ലൂ റിവറിൽ പോയി, പിന്നെ ബ്ലൂ റിവറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് യെല്ലോ പോണ്ടിലോട്ട് തന്നെ വന്ന സ്ഥലത്ത് നിന്ന് തന്നെ തിരിച്ച് ഡയറക്റ്റ് ആയിട്ട് എത്തി. ഓക്കെ, അങ്ങനെയെങ്കിൽ ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് സോണീസ് ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്നാണ് ചോദ്യം. എളുപ്പമാണ്, അഡീഷൻ ആണ്. അഡീഷൻ അല്ലേ? ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അഡീഷൻ ചെയ്യണം അല്ലെ. ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് എന്താണ്? സബ്ട്രാക്ട് ചെയ്താൽ മതി. ടോട്ടൽ അഡീഷൻ, എത്ര ദൂരം ടോട്ടൽ യാത്ര ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ ഡിസ്റ്റൻസുകളെല്ലാം തമ്മിൽ ആഡ് ചെയ്യണം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യെല്ലോ പോണ്ട് ആൻഡ് പർപ്പിൾ ലാൻഡ് എന്താണ്? ആ മാപ്പിൽ നോക്കിക്കേ. യെല്ലോ പോണ്ടിനും പർപ്പിൾ ലാൻഡിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? 9 കിലോമീറ്റർ 815 മീറ്റർ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പർപ്പിൾ ലാൻഡ് ആൻഡ് ബ്ലൂ റിവർ, പർപ്പിൾ ലാൻഡിനും ബ്ലൂ റിവറിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? 5 കിലോമീറ്റർ 750 മീറ്റർ. അവിടെ എഴുതിക്കേ 5 കിലോമീറ്റർ 750 മീറ്റർ. ആ മാപ്പിൽ നോക്കിയാൽ മനസ്സിലാവും. ഇനി അടുത്ത ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബ്ലൂ റിവർ ആൻഡ് യെല്ലോ പോണ്ട്. ബ്ലൂ റിവറിൽ നിന്നും യെല്ലോ പോണ്ടിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? ഡയറക്റ്റ് ഡിസ്റ്റൻസ് എന്തായിരുന്നു? 7 കിലോമീറ്റർ 175 മീറ്റർ. 7 കിലോമീറ്റർ 175 മീറ്റർ. അങ്ങനെയെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു ആഡ് ചെയ്യാം. 9 കിലോമീറ്റർ 850 മീറ്റർ പ്ലസ് 5 കിലോമീറ്റർ 750 മീറ്റർ പ്ലസ് 7 കിലോമീറ്റർ 175 മീറ്റർ ആഡ് ചെയ്യാം. ഓക്കെ, 3 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. അവിടെ എഴുതുക ടോട്ടൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു 9 കിലോമീറ്റർ 850 മീറ്റർ പ്ലസ് 5 കിലോമീറ്റർ 750 മീറ്റർ പ്ലസ് 7 കിലോമീറ്റർ 175 മീറ്റർ ഇസ് ഈക്വൽ ടു എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ഒന്ന് ആഡ് ചെയ്ത് എന്ത് കിട്ടും? 0 + 0 + 5 5 ആണ്. 5 + 5 + 7 5 + 5 10 ആണ്. 10 + 7 എന്താണ്? 17. 7 എഴുതി ക്യാരി 1 മുകളിൽ കൊടുത്തു. 8 + 1 9 9 + 7 16 16 + 1 17 17 7 എഴുതി ക്യാരി 1 മുകളിൽ കൊടുത്തു. 1 + 9 10 ആണ്. 10 + 5 15 അല്ലേ. 15 + 7 എന്ത് കിട്ടും? 22. ആൻസർ എന്ത് കിട്ടി? 22 കിലോമീറ്റർ 775 മീറ്റർ എന്ന ആൻസർ കിട്ടും. 22 കിലോമീറ്ററും 775 മീറ്ററും ആണ് സോണി കംപ്ലീറ്റ് ആയിട്ടും യാത്ര ചെയ്ത ദൂരം. അഡീഷൻ ഇത് 3 നമ്പേഴ്സ് വന്നതുകൊണ്ടാണ് ഞാൻ ചെയ്ത് കാണിച്ചത്. അഡീഷൻ സാധാരണ പോലെ നമുക്ക് ചെയ്യാം കേട്ടോ.
ഇനി അടുത്തത് എന്താണ്? Question number 10. Reena cut a ribbon into 5 equal parts. Reena എന്ത് ചെയ്തു? ഒരു റിബൺ 5 പീസാക്കി 5 തുല്യ പീസുകളാക്കി കട്ട് ചെയ്തു. If each piece is 75 centimeter long, what was the length of the ribbon before cutting? അപ്പോൾ ഒരു വലിയ റിബൺ ഉണ്ടായിരുന്നു, അത് 5 തുല്യ പീസുകളായി, ഓരോ കുഞ്ഞു പീസും 75 സെന്റിമീറ്റർ നീളമുണ്ട്. അങ്ങനെയെങ്കിൽ ആ കട്ട് ചെയ്യുന്നതിന് മുൻപുള്ള ആ വലിയ റിബണിന്റെ നീളം എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. എളുപ്പമല്ലേ? എന്ത് ചെയ്യണം? 75 എന്ന നമ്പർ, ഒരു പീസ് 75 ഉണ്ട് അല്ലെ, ഒരു വലിയ റിബൺ ആയിരുന്നു, അതിനെ 5 ആക്കി കട്ട് ചെയ്തു കണ്ടോ. അപ്പൊ ഓരോ പീസും 75 ആണ് കണ്ടോ. അങ്ങനെയെങ്കിൽ 75 + 75 + 75 + 75 + 75 5 പ്രാവശ്യം 75 ആഡ് ചെയ്യണം. അല്ലെങ്കിൽ എളുപ്പം ഒരു വഴിയുണ്ട്, നമ്മൾ കഴിഞ്ഞ 3rd സ്റ്റാൻഡേർഡിൽ പഠിച്ചാണ്. എന്താണ്? 5 നമ്പേഴ്സില്ലേ 75 എന്ന നമ്പർ 75 × 5 ചെയ്താൽ മതി അല്ലേ? എളുപ്പമല്ലേ? 75 5 പ്രാവശ്യം ആഡ് ചെയ്യുന്നതിനെ കാട്ടി 75 എത്ര പ്രാവശ്യം ഉണ്ട്? 1 2 3 4 5 5 ഈക്വൽ പാർട്സ് ആക്കിയാണ് റിബൺ കട്ട് ചെയ്തിരിക്കുന്നത്. സോ 75 × 5 ചെയ്താൽ പോലെ. സോ എഴുതാം, ലെങ്ത് ഓഫ് 1 പീസ് ഓഫ് റിബൺ ഈസ് ഈക്വൽ ടു, ഒരു പീസ് റിബണിന്റെ ലെങ്ത് എന്താണ്? 5 അല്ലേ? 75 സെന്റിമീറ്റർ. നമ്പർ ഓഫ് റിബൺ പീസസ്, എത്ര റിബൺ പീസസ് ഉണ്ട്? 5 പീസസ് ഉണ്ട്. ലെങ്ത് ഓഫ് 1 പീസ് ഓഫ് റിബൺ എന്താണ്? 75 സെന്റിമീറ്റർ ആണ്. ഒരു പീസ് റിബൺ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 75 സെന്റിമീറ്റർ ഉണ്ട്. പിന്നെ നമ്പർ ഓഫ് റിബൺ പീസസ്, എത്ര പീസസ് ആക്കി മുറിച്ചു? 5 ഈക്വൽ പീസസ് അല്ലെ? അങ്ങനെയെങ്കിൽ ടോട്ടൽ ലെങ്ത് ഓഫ് റിബൺ ഈസ് ഈക്വൽ ടു എന്താണ്? ടോട്ടൽ ആ റിബണിന്റെ ടോട്ടൽ ലെങ്ത് എന്തായിരുന്നു? എന്താണ്? 75 × 5 ചെയ്യുക. 75 × 5 മൾട്ടിപ്ലിക്കേഷൻ ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, ആൻസർ കണ്ടുപിടിച്ച് എഴുതുക. സംശയമുണ്ടോ? ചെയ്യാൻ അറിയാമോ? 5 × 5 എന്താണ്? 25. 25 5 മാത്രം താഴത്ത് എഴുതി, carry 2 മുകളിൽ കൊടുത്തു. ഇനി 7 × 5 എന്താണ്? 7 5 35. 35 + 2 എന്ത് കിട്ടി? 37. സോ 375 സെന്റിമീറ്റർ ആയിരുന്നു റിബണിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന നീളം. അതിനെ 75 നീളത്തിൽ 5 പീസുകളായി മുറിച്ചു. അപ്പൊ ടോട്ടൽ ഉണ്ടായിരുന്ന ആ ഒരു റിബണിന്റെ നീളം എന്തായിരുന്നു? 375 സെന്റിമീറ്റർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. മനസ്സിലാവുന്നതല്ലോ? മൾട്ടിപ്ലിക്കേഷൻ ഓർമ്മയുണ്ടല്ലോ അല്ലെ? അത് മറക്കാൻ പാടില്ല കേട്ടോ. ഇനി ഡിവിഷൻ പഠിക്കാൻ പോവാം. സോ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ അത് മറന്നു പോകാൻ പാടില്ല. ടേബിൾസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഡിവിഷൻ ആണ് മിസ് പഠിപ്പിക്കുന്നത്. സോ ടേബിൾസ് ഒക്കെ എല്ലാവരും ഒന്ന് റിവൈസ് ചെയ്തിരിക്കുക. അറ്റ്ലീസ്റ്റ് 10 വരെയുള്ള ടേബിൾസ് കൃത്യമായി പഠിച്ചിട്ടുണ്ടാവണം. നിർബന്ധമാണ്. അടുത്ത ക്ലാസ്സിൽ ടേബിൾസ് അറിഞ്ഞാൽ മാത്രമേ സ്പീഡിൽ ഡിവിഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ എല്ലാവരും ടേബിൾസ് റിവൈസ് ചെയ്യുക. മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ റിവൈസ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ. A wire is 8 meter long. Wire 8 meter long ഒരു വയർ 8 meter long ആണ്. A piece of 4 meter 10 centimeters cut off from it. ഒരു 8 meter നീളമുള്ള ഒരു വയറിൽ നിന്ന് 4 meter 10 centimeter അതിന്റെ പകുതിയോളം അല്ലെ? 8ന്റെ പകുതിയാണ് 4 അല്ലെ? 8 meter ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 4 meter 10 centimeter എന്താണ് ഒരു വയർ കട്ട് ചെയ്ത് മാറ്റി. വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് റിമൈനിങ് പീസ്? അങ്ങനെയെങ്കിൽ മിച്ചമുള്ള ആ റിമൈനിങ് പീസ് ഓഫ് വയറിന്റെ ലെങ്ത് എത്രയാണെന്നാണ് ചോദ്യം. എളുപ്പമാണ്. എന്താണ്? മൈനസ് ചെയ്താൽ മതി അല്ലെ? ലെങ്ത് ഓഫ് ദ വയർ, തുടക്കത്തിൽ ഉണ്ടായിരുന്ന ലെങ്ത് എത്രയായിരുന്നു വയറിൻ്റെത്? 8 meter. 8 meter എന്ന് വെച്ചാൽ 8 meter 00 സെന്റിമീറ്റർ ആണ് അല്ലെ? സെന്റിമീറ്റർ 00 ആണ്. ഇനി ലെങ്ത് ഓഫ് പീസ് കട്ട് ഓഫ്, കട്ട് ചെയ്ത പീസിന്റെ നീളം എത്രയായിരുന്നു? 4 meter 10 centimeter. അവിടെ എഴുതുക 4 meter 10 centimeter. The length of remaining piece. Therefore, the length of remaining piece. Remaining piece length കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? മീറ്റർ സെന്റിമീറ്റർ. എന്താണ്? 8 meter 00 centimeter മൈനസ് 4 meter 10 centimeter. മൈനസ് ചെയ്യാം. ഓക്കെ, 0 - 0
സീറോ ആണ്. ഇനി മുകളിൽ 0, താഴെ 1. 0 - 1 എന്താണ്? പറ്റത്തില്ല, ബോറോ ചെയ്യണം. 7 ആക്കി 10 ആക്കി കൊടുത്തു. 10 - 1 എന്താണ്? 9 ആണ്. ഓക്കെ, ഇനി 7 - 4 എന്താണ്? 3 ആണ്. ഉത്തരം എന്ത് കിട്ടി? 3 മീറ്റർ 90 സെന്റിമീറ്റർ. മിച്ചമുള്ള ആ വയറിന്റെ ദൂരം എന്താണ്? 3 മീറ്റർ 90 സെന്റിമീറ്റർ. ഇത് ഞാൻ പെട്ടെന്ന് ചെയ്ത് പോയത് അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെയാണ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചതാണ്, അതുകൊണ്ട് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ. സെക്കൻഡ് സ്റ്റാൻഡേർഡ് മുതൽ നമ്മൾ അഡീഷൻ സബ്ട്രാക്ഷൻ പഠിക്കുന്നുണ്ട്. ഓക്കെ, അറിയായിരിക്കുമല്ലോ. 3 മീറ്റർ 90 സെന്റിമീറ്റർ ആണ് ആൻസർ. ഇനി അടുത്തത്, ശിവപുരം is 12 kilometers away from ദേവപുരം. ശിവപുരം എന്ന സ്ഥലം ദേവപുരം എന്ന മറ്റൊരു സ്ഥലത്ത് നിന്ന് 12 കിലോമീറ്റർ അകലത്തിലാണ്. ജോണി starts from ശിവപുരം to ദേവപുരം on a motor bike. ജോണി ഈ സ്ഥലങ്ങളിലോട്ട് ശിവപുരത്ത് നിന്ന് ദേവപുരത്തിലോട്ട് പോവുകയാണ്, ഒരു ബൈക്കിലാണ് പോകുന്നത്. After traveling 7 kilometers 70 meters, his bike broke down. എന്ത് പറ്റി? മൊത്തം 12 കിലോമീറ്റർ യാത്ര ചെയ്യണമായിരുന്നു. തുടക്കം കുറച്ച് യാത്ര ചെയ്തപ്പോൾ, ഒരു 70 കിലോമീറ്റർ 50 മീറ്റർ യാത്ര ചെയ്തപ്പോൾ ബൈക്ക് കേടായി. എന്ത് പറ്റി? How much more does he have to travel to reach ദേവപുരം? ഇനി എത്ര ദൂരം കൂടെ ഉണ്ടായിരുന്നു? ദേവപുരത്തിൽ എത്താൻ ഇനി എത്ര ദൂരം കൂടെ ഉണ്ടായിരുന്നു എന്നാണ് ചോദ്യം. എളുപ്പമാണ്. ടോട്ടൽ ഡിസ്റ്റൻസ് 12 കിലോമീറ്റർ ആണ്. കുറച്ച് ദൂരം നമുക്കറിയാം. ഓക്കെ, ടോട്ടൽ ഡിസ്റ്റൻസ് ശിവപുരത്ത് നിന്ന് ദേവപുരത്തിലോട്ട് 12 കിലോമീറ്റർ ആണ്. ഓക്കെ, ഒരു 7 കിലോമീറ്റർ 750 മീറ്റർ ആയപ്പോഴത്തേക്കും വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. ഇനി റിമൈനിങ് എത്ര ദൂരമുണ്ട് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 12 കിലോമീറ്റർ - 7 കിലോമീറ്റർ 750 മീറ്റർ ചെയ്താൽ മതി. അപ്പൊ ഈ ദൂരം ഇനി എത്രയും കൂടെ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള ആ ദൂരം കിട്ടും അല്ലെ. സോ എഴുതുക, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ശിവപുരം ആൻഡ് ദേവപുരം. ക്വസ്റ്റ്യനിലുണ്ട് എന്താണ്? 12 കിലോമീറ്റർ. 12 കിലോമീറ്റർ 000 മീറ്റർ. 12 കിലോമീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? മീറ്റർ ഒന്നും ഇല്ല അല്ലെ, 000 മീറ്റർ. ഇനി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ജോണി. ജോണി എത്ര ദൂരം സഞ്ചരിച്ചായിരുന്നു? 7 കിലോമീറ്റർ 750 മീറ്റർ. അവിടെ എഴുതിക്കേ 7 കിലോമീറ്റർ 750 മീറ്റർ. ഇനി ഡിസ്റ്റൻസ് റിമൈനിങ്. therefore ഡിസ്റ്റൻസ് റിമൈനിങ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 12 കിലോമീറ്റർ 000 മീറ്റർ മൈനസ് 7 കിലോമീറ്റർ 750 മീറ്റർ. ഓക്കെ, മൈനസ് ചെയ്യാം. 0 - 0 0 ആണ്. പിന്നെ ടെൻസിന്റെ സ്ഥാനത്ത് 0 - 5 പറ്റത്തില്ല, ബോറോ ചെയ്യണം. അപ്പുറത്തും 0 ആണ്, അവിടെ നിന്ന് കടം വാങ്ങിക്കാൻ പറ്റില്ല. സോ തൊട്ടപ്പുറത്ത് 2 ഉണ്ട്. 2 നിന്ന് കടം വാങ്ങിക്കാം. 2 വെട്ടി 1 ആക്കി കൊടുത്തു. 2 നിന്ന് കടം വാങ്ങിച്ച് ആ ഒരു 1 എന്താണ് ഷെയർ ചെയ്യുകയാണ്. എന്ത് ചെയ്തു? തൊട്ടിപ്പുറത്ത് ആ 0ക്ക് 9 എന്നാക്കി കൊടുത്തു. ആ 0 മാറ്റി 9 ആക്കി. പിന്നെ നടുക്ക് കാണുന്ന ആ 0യെ 1 കൊടുത്തു. എന്നിട്ട് 10 അത് കൂട്ടി വായിച്ചു. ഓക്കെ, 10 - 5 എന്താണ്? 5 തന്നെയാണ്. 9 - 7 എന്താണ്? 2 ആണ്. പിന്നെ ഇവിടെ എന്തായി? 11 - 7 ആവും അല്ലെ. ഈ 1നെ എന്താണ്? 11 എന്ന് വായിക്കാം. 11 - 7 എന്ത് കിട്ടും? ആൻസർ 4 കിട്ടും. അപ്പൊ ആൻസർ എന്ത് കിട്ടി? 4 കിലോമീറ്റർ 250 മീറ്റർ എന്ന് കിട്ടും. 4 കിലോമീറ്റർ 250 മീറ്റർ. ഈ ഒരു ക്വസ്റ്റ്യൻ ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് ഡൗട്ട് വരും. പക്ഷെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഹോംവർക്ക് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. പേജ് നമ്പർ 8 ഈ പ്രോബ്ലംസ് പഠിപ്പിച്ചതിന് ശേഷം കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഹോംവർക്ക് ആയിട്ട് അല്ലാതെ ഞാൻ എഴുതി സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് എനിക്ക് ഹോംവർക്ക് ആയിട്ട് അയച്ചു തന്ന കുട്ടികൾക്ക് ഒരിക്കലും ഈ ക്വസ്റ്റ്യൻ ഡൗട്ട് വരത്തില്ല. കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അവരെ കൊണ്ട് ഡൗട്ട് ഉണ്ടായിട്ടും എന്നോട് ചോദിച്ച് ക്ലിയർ ചെയ്ത ഒത്തിരി നല്ല കുട്ടികളുണ്ട്. ഓക്കെ, അപ്പൊ അവർക്ക് എന്തായാലും ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സത്യമല്ലേ? ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അഡീഷൻ സബ്ട്രാക്ഷൻ തന്നെയാണ്, ചെയ്യാൻ ശ്രമിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. മിനി ട്രാവൽ 6 കിലോമീറ്റർ 650 മീറ്റർ ബൈ കാർ, 8 കിലോമീറ്റർ 700 മീറ്റർ ബൈ ബസ് ആൻഡ് 1 കിലോമീറ്റർ 225 മീറ്റർ ഓൺ ഫുട്. ഫൈൻഡ് ദി ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ്. എന്താണ്? മിനി സഞ്ചരിക്കുകയാണ്. ആദ്യം കാറിൽ 6 കിലോമീറ്റർ 650 മീറ്റർ സഞ്ചരിച്ചു. പിന്നെ ബസ്സിൽ 8 കിലോമീറ്റർ 700 മീറ്റർ സഞ്ചരിച്ചു. പിന്നെ കുറച്ച് നടന്നു പോയി. ആ നടന്ന ദൂരം 1 കിലോമീറ്റർ 225 മീറ്റർ ആണ്. അങ്ങനെ ടോട്ടൽ മിനി സഞ്ചരിച്ച
ദൂരം, ഡിസ്റ്റൻസ് എന്താണ്. ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സിമ്പിളായി നമുക്കറിയാം എന്ത് ചെയ്യാനാണ്, ആഡ് ചെയ്യാനാണ്. സോ എഴുതാം ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കാർ, കാറിൽ സഞ്ചരിച്ച ദൂരം എത്രയായിരുന്നു? 6 കിലോമീറ്റർ 650 മീറ്റർ. 6 കിലോമീറ്റർ 650 മീറ്റർ അവിടെ എഴുതി. ഇനി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബസ്, ബസ്സിൽ സഞ്ചരിച്ച ദൂരം എന്തായിരുന്നു? 8 കിലോമീറ്റർ 700 മീറ്റർ. അപ്പോൾ എഴുതാം 8 കിലോമീറ്റർ 700 മീറ്റർ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഓൺ ഫുട്, നടന്ന് സഞ്ചരിച്ച ദൂരം എന്താണ്? 1 കിലോമീറ്റർ 225 മീറ്റർ. അങ്ങനെയെങ്കിൽ therefore total distance traveled, അങ്ങനെയെങ്കിൽ അവ തമ്മിലുള്ള ടോട്ടൽ ദൂരം എന്താണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എല്ലാ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. ഓക്കെ, 6 കിലോമീറ്റർ 650 മീറ്റർ പ്ലസ് 8 കിലോമീറ്റർ 700 മീറ്റർ പ്ലസ് 1 കിലോമീറ്റർ 225 മീറ്റർ തമ്മിൽ ആഡ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. സൈഡിൽ വർക്കിംഗ്സ് ഉണ്ടാവണം, നിർബന്ധമാണ്. പെൻസിൽ ഉപയോഗിക്കുക, എന്നാലേ കറക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റബ്ബ് ചെയ്യാൻ പറ്റുള്ളൂ. ഹോംവർക്ക് സെൻഡ് ചെയ്യുകയും വേണം എനിക്ക്, കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആൻസർ വരുന്നത് കിലോമീറ്ററിലും മീറ്ററിലും ആണ്, അത് മറക്കരുത് കേട്ടോ. കാരണം ക്വസ്റ്റ്യനിലെ യൂണിറ്റ് എന്താണ്? കിലോമീറ്റർ മീറ്റർ ആണ്. സോ ആൻസർ വരുന്നത് കിലോമീറ്റർ മീറ്റർ തന്നെ ആയിരിക്കും. ഇനി അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 10 trees are planted in a row. ഒരു 10 ട്രീസ് അല്ലേ, ഒരു 10 ട്രീസ് 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഒരു 10 ട്രീസ് എന്ത് ചെയ്തു? അപ്പൊ 10 ട്രീസ് പ്ലാൻ ചെയ്തു. ഒരു റോയില് 10 ട്രീസ് പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. If the distance between any of 2 consecutive trees is 15 meters, അതായത് ഫസ്റ്റ് ട്രീയും സെക്കൻഡ് ട്രീയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 15 മീറ്റർ ആണ്. എല്ലാ അടുത്തടുത്തിരിക്കുന്ന എല്ലാ ട്രീസും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 15 മീറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ എല്ലാ ഗ്യാപ്പും ഇത് 15 മീറ്റർ 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 15 മീറ്റർ. അപ്പൊ ടോട്ടൽ 10 ട്രീസ് ഉണ്ട്. ഓരോ ട്രീസുകൾ തമ്മിൽ അടുത്തടുത്തുള്ള ഓരോ ട്രീസുകൾ തമ്മിലുള്ള ദൂരം 15 മീറ്റർ ആണ്. Find the distance from the first tree to the last tree. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ട്രീയുടെയും ലാസ്റ്റ് ട്രീയുടെയും ഇടയിലുള്ള ഈ ദൂരം എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. ഓരോ ഗ്യാപ്പ് എന്താണ്? 15 മീറ്റേഴ്സ് ആണ്. ഓക്കെ, കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് ഗ്യാപ്സ് ഫോംഡ് ബൈ 10 trees. ഇത് 10 ട്രീസ് എന്താണ്? ഒരു റോയില് പ്ലാൻ ചെയ്തേക്കുന്നതാണ്. അവ തമ്മിലുള്ള ഗ്യാപ്പുകൾ എത്രയുണ്ടെന്ന് നോക്കാം. ഓക്കെ, നമുക്കൊന്ന് നമ്പർ ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. കണ്ടോ, 10 ട്രീസ് ഉണ്ട്. എത്ര ഗ്യാപ്പുകളാണുള്ളത്? ഇവിടെ ഒരു 15, 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 ഇവിടെ ഒരു 15 മീറ്റർ, ഇവിടെ ഒരു 15 മീറ്റർ, ഇവിടെ ഒരു 15 മീറ്റർ, ഇവിടെ ഒരു 15 മീറ്റർ. അപ്പൊ എത്ര 15 മീറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 അല്ലെ? 9 ഗ്യാപ്പുകളാണ് ഉള്ളത്. ഈ ഫസ്റ്റ് ട്രീയിൽ നിന്നും ലാസ്റ്റ് ട്രീ വരെ ടോട്ടൽ ഇടയിലത്തെ എത്ര ഗ്യാപ്പുകളുണ്ട്? ട്രീയുടെ കൗണ്ട് അല്ല, ഇവ തമ്മിൽ ഇടയിൽ എത്ര ഗ്യാപ്പുകളുണ്ട് എന്നാണ് ചോദ്യം. 9 ഗ്യാപ്പുകളുണ്ട്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇതുപോലൊരു റോ വരയ്ക്കുക. ഓക്കെ, ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് 10 ഡോട്ടുകൾ മാർക്ക് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. കണ്ടോ, ഒരൊറ്റ ലൈനിൽ 10 ഡോട്ടുകളായി. 1 2 3 4 5 6 7 8 9 10. കണ്ടോ, ഈ ഫസ്റ്റ് ട്രീയുടെയും ലാസ്റ്റ് ട്രീയുടെയും മൊത്തം 10 ട്രീസ് ഉണ്ട്. ഫസ്റ്റ് ട്രീയുടെയും ലാസ്റ്റ് ട്രീയുടെയും തമ്മിലുള്ള എത്ര ഗ്യാപ്പുകൾ ഉണ്ട്? 1 2 3 4 5 6 7 8 9. 9 ഗ്യാപ്സ് ഉണ്ട്. സോ നമ്പർ ഓഫ് ഗ്യാപ്സ് ഫോംഡ് ബൈ 10 trees ഈക്വൽ ടു എന്താണ്? ഇവിടെ എഴുതാം 9 ഗ്യാപ്സ്. എത്ര ഗ്യാപ്സ് ഉണ്ട് ഈ ഫസ്റ്റ് ട്രീയുടെയും അവസാനത്തെ ട്രീയുടെയും ഇടയിൽ? എത്ര ഗ്യാപ്സ് ഉണ്ട്? 9 ഗ്യാപ്സ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ട്രീസ്, തൊട്ടടുത്തുള്ള 2 ട്രീസിലെ ഡിസ്റ്റൻസ് എന്താണ്? 15 മീറ്റേഴ്സ്. ക്വസ്റ്റ്യനിലുണ്ട് 15 മീറ്റേഴ്സ്. Therefore, distance between the first and the last tree, അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ട്രീയുടെയും ലാസ്റ്റ് ട്രീയുടെയും തമ്മിലുള്ള ഇടയിലത്തെ ആ ദൂരം എന്താണ്? നമ്പർ ഓഫ് ഗ്യാപ്സ് ഇൻറ്റു
ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ട്രീസ് അല്ലെ 15 into 9 ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ 15 9 പ്രാവശ്യം ആഡ് ചെയ്യുക. 15 + 15 + 15 + 15 അങ്ങനെ 9 പ്രാവശ്യം ആഡ് ചെയ്യുക. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ച കുട്ടികളാണ്. സോ 15 into 9 ചെയ്യുക. 15 into 9 ചെയ്യുക. ആൻസർ കണ്ടുപിടിക്കുക. ആൻസറിന്റെ യൂണിറ്റ് മീറ്റേഴ്സിലാണ് അല്ലെ, 15 meters ആണ്. സോ ആൻസറിന്റെ യൂണിറ്റ് എന്തായിരിക്കും? മീറ്ററിലായിരിക്കും. സോ എല്ലാവരും ആൻസർ കണ്ടുപിടിക്കുമല്ലോ. പേജ് നമ്പർ 10, പേജ് നമ്പർ 9 അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക. ഹോംവർക്ക് സെൻഡ് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായി കോൺടാക്ട് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.